ഹലോ സുന്ദരികളെ സുന്ദരന്മാരെ, ദേ കുളി കഴിഞ്ഞ് ഞാൻ ഓടി ഇങ്ങ് എത്തി. ഞാൻ എങ്ങനെയാണ് തലമുടി കഴിയുമെന്ന് അറിയണ്ടേ? ഞാൻ ഉപയോഗിച്ച ചെമ്പരത്തി താളിയാണ്, നാടൻ ചെമ്പരത്തി പൂവ്, ചുവന്ന ചെമ്പരത്തിയും കട്ട ചുവന്ന ചെമ്പരത്തിയും അതിൻ്റെ കുറച്ച് കിളുന്ന ഇലകളും കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് അരച്ചെടുത്തിട്ട് അത് തുണിയിൽ അരിച്ച് പിഴിഞ്ഞ് അരിച്ചെടുത്ത താളിയാണ്. തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ പുരട്ടി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിയെടുക്കുന്നത്. അരിച്ചെടുത്തില്ലെങ്കിൽ എൻ്റെ നീളം കൂടിയ മുടിയിൽ നിന്ന് പൊടികളും ഒക്കെ പോകാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കടലമാവ് അല്ലെങ്കിൽ ചെറുപയർ പൊടി ഇതൊന്നും ഉപയോഗിക്കാത്ത. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചും ഉപയോഗിച്ച് കഴുകാം. അതുപോലെ ഇഡലിക്ക് അരയ്ക്കുമ്പോൾ ഉള്ള ഉഴുന്നില്ലേ, ആ അരച്ച ഉഴുന്നും നല്ല ഭംഗിയായിട്ടും മുടി ഷൈനി ആയിട്ടും പൊങ്ങിയും ഒക്കെ കിടക്കാൻ നല്ലതാണ്, ബൗൺസ് ചെയ്ത് കിടക്കാൻ. അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, അത് കഞ്ഞിവെള്ളത്തിൽ, തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിലാണ് അത്രയും നല്ലത്. തണുത്ത കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് മിക്സ് ചെയ്തിട്ട്, ഒരുപാടൊന്നും വേണ്ട, താളിക്ക് വേണ്ടി മാത്രം എടുത്തിട്ട് തലയോട്ടിയിൽ പുരട്ടി തലമുടിയിലൊക്കെ പുരട്ടി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല സാധാരണ വെള്ളത്തിൽ, ചൂടില്ലാത്ത സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാം. വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കണം, നമ്മളെ കിണറ്റിലെ വെള്ളം പോലെ ആയിരിക്കണം. കിണറ്റിലെ വെള്ളം പലതും ചിലയിടത്ത് ഹാർഡ് വാട്ടർ, ഒക്കലടിഞ്ഞിട്ടുള്ള വാട്ടറൊക്കെ ഉണ്ട്. അങ്ങനത്തെ വെള്ളത്തിൽ തലമുടി കഴുകുക, തലമുടി വീണ്ടും കൊഴിയും. എപ്പോഴും ശുദ്ധ വെള്ളം തന്നെ തലമുടി കഴുകാൻ ഉപയോഗിക്കുക. അപ്പോൾ താളികളെപ്പറ്റി ഇനി ഒരുപാട് പറഞ്ഞു തരാനുണ്ട്. പാടത്താളിയുണ്ട്, പലതരം താളികൾ, അത് ഞാൻ പിന്നെ വഴിയെ പറഞ്ഞു തരാം. ഷാമ്പുകളാണേലും എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോൾ നമുക്ക് ഷാമ്പു അല്ലേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഡെയിലി ഷാമ്പു ഒന്നും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത് കഴിയുന്നത് ഉപയോഗിക്കുക. എപ്പോഴും വാങ്ങുന്ന ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, വായിച്ച്. പാരഫിനോ അല്ലെങ്കിൽ സൾഫേറ്റോ അങ്ങനെയൊക്കെയുള്ള അടങ്ങിയിട്ടുള്ള ഷാമ്പു ദിവസം ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. അപ്പോൾ ഹാംഫുള്ളായിട്ടുള്ള എലിമെൻറ്റ്സ് ഉള്ളതും നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. കഴിയുന്നതും ഹെർബൽ ഷാമ്പു തന്നെ ഉപയോഗിക്കുക. ഇപ്പോൾ എനിക്ക് ദീദിയുടെ ഡെയിലി ഷാമ്പു എനിക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്കത് നല്ലതാകണമെന്നില്ല. ചിലർക്കത് മുടി കൂടുതൽ കൊഴിഞ്ഞെന്നിരിക്കാം, അല്ലെങ്കിൽ ഡാബറിൻ്റെ ഉപയോഗിച്ചാലോ, അല്ലെങ്കിൽ അതുപോലെ എന്ത് ഹെർബലിൻ്റെ ചെമ്പരത്തിത്താളി എന്ന് പറഞ്ഞ് ഇറങ്ങിയതോ ഒരാൾക്ക് പറ്റിയത് മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. കാരണം അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ചിലർക്ക് ചില ആൾക്കാർക്ക് പിടിച്ചെന്ന് വരില്ല. അതിന് ചില അലർജിയോ, ചിലർക്ക് ചൊറിച്ചിലോ, ചിലർക്ക് കൂടുതൽ മുടി കൊഴിയാനോ ഒക്കെ ഇടയാക്കിയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇന്ന ഷാമ്പു ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇന്നത് നല്ലത് എന്ന് പറയണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. നിങ്ങളെപ്പോഴും ചെറിയ ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾ അത് തുടരുക. അത് മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന ശീലം കഴിയുന്നത് ഒഴിവാക്കുക. അതായത് മുടിക്ക് നല്ല ഷൈനിങ് കിട്ടുന്നുണ്ട്, മുടി നല്ല ബൗൺസിങ് ആയിട്ട് കിടപ്പുണ്ട്, അല്ലെങ്കിൽ മുടി നല്ല സിൽക്കി ആയിട്ട് കിടപ്പുണ്ട്, മുടി അങ്ങനെ റഫാകുന്നില്ല, മുടി അധികം കൊഴിയുന്നില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഷാമ്പുവിൽ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഷാമ്പു ആണെങ്കിൽ കഴിയുന്നതും ഹെർബൽ കാര്യങ്ങൾ ഉപയോഗിക്കുക. ഞാനത് വേറൊരു ദിവസം വ്യക്തമായിട്ട് പാടത്താളി ഏതാണെന്നും ഓരോ താളികളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓരോ ഹെർബൽ സാധനങ്ങളും തലയിൽ വയ്ക്കേണ്ടതും ഇനി ഉപയോഗിക്കേണ്ട പാക്കുകൾ അതെല്ലാം വഴിയെ പറഞ്ഞുതരാം. അപ്പം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുക. എന്നെ ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. ഓക്കേ.